കുഴിമന്തിയും മയോണൈസുമൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും അപകടകാരിയാവുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ കോന്നിയിലെ ഫുഡ് സേഫ്റ്റി ലാബിൻ്റെ മുൻ ഡയറക്ടർ MK മുകുന്ദൻ ഒപ്പം ചേരുന്നു. കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അത് കഷ്ണമാക്കുന്നില്ല. എന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ സ്പൈസുകൾ, അതിൽ ഉണങ്ങിയ നാരങ്ങ അടക്കം ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാകം ചെയ്യാനായിട്ട് ചിലപ്പോൾ ഡിലേ വരാം പുരട്ടി വെച്ചതിന് ശേഷം. അപ്പോൾ ഈ പുരട്ടുന്ന ആളുകളുടെ കയ്യിൽ സ്റ്റാഫിലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് അവർ ക്ലീൻ അല്ലെങ്കിൽ ഈ ഉണങ്ങിയ പഴങ്ങളും നട്ട്സ് ഒക്കെ അണ്ടിപ്പരിപ്പുകളൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്ന ഫംഗസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും ഇത് പുരട്ടി കുറേ നേരം വെക്കുമ്പോൾ അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഫംഗസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും. ഈ രണ്ട് സാധനവും ആവശ്യത്തിന് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന ടോക്സിൻ ഉണ്ടാക്കും. ഈ ടോക്സിൻ ചൂടാക്കിയാൽ കേടാവില്ല, നശിച്ചു പോവില്ല. ഈ രണ്ട് ടോക്സിനും ഏതാണ്ട് 160 ഡിഗ്രി വരെ ചൂടാക്കിയാലും നശിക്കില്ല. ആ ടോക്സിനുള്ള സാധനം കഴിച്ചാൽ ഉറപ്പായിട്ടും കഴിക്കുന്നവർക്ക് അസുഖം വരും. ഈ പലപ്പോഴും ഇപ്പോൾ തൃശ്ശൂരിലെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ മാത്രം കഴിച്ചവർക്കും അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ചിക്കൻ പുരട്ടി കുറേ നേരം വെച്ചപ്പോൾ അതിനകത്ത് ടോക്സിൻ ഡെവലപ്പ് ചെയ്തതാവാനാണ് കാരണം, അല്ലാതെ മരിക്കാൻ യാതൊരു സാധ്യതയില്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഹോട്ടലുകാർ ഈ വെജ് മയോണൈസ് അത്ര പ്രിഫർ ചെയ്യാത്തത്? മുട്ട കഴുകി ഡിസിൻഫെക്റ്റ് ചെയ്തതിന് ശേഷമോ അതിൻ്റെ വൈറ്റ് എടുത്ത് മയോണൈസ് ഉണ്ടാക്കാവും. എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് നല്ലൊരു പരിശീലനം, അത്യാവശ്യം ഒരു ലൈസൻസ് തന്നെ ഏർപ്പാടാക്കേണ്ടതാണ്. ലൈസൻസ് ഉള്ളവരെ മയോണൈസ് ഉണ്ടാക്കാവൂ, ലൈസൻസ് ഉള്ളവരെ ഷവർമ ഉണ്ടാക്കാവൂ, ലൈസൻസ് ഉള്ളവരെ കുഴിമന്തി ഉണ്ടാക്കാവൂ. ചുരുക്കത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഓരോ സംഭവങ്ങളും കാണിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അത് പ്രായോഗികമായി ഈ ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഭക്ഷണശാലകളിലും പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവരേണ്ടതൊരു അത്യാവശ്യമാണ്. അതിനുള്ള ഒരു സമീപനം അധികാരികളെടുത്താൽ ഇതിന് നല്ലൊരു പരിഹാരം കാണാൻ കഴിയും. ലൈസൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ഹോട്ടലുകൾ തുടങ്ങാനും ഭക്ഷണം ഉണ്ടാക്കാനും അനുമതി നൽകാവൂ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ബിനു പാവമ്പയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.